റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യയിലേക്ക്. റഷ്യൻ സർക്കാർ തന്നെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. സന്ദർശന തീയതി സംബന്ധിച്ച പ്രഖ്യാപനം ഉടനുണ്ടാകുമെന്ന് ക്രെംലിൻ പ്രസ് സെക്രട്ടറി ദിമിത്രി പെസ്കോവ് പറഞ്ഞു. പ്രസിഡന്റിന്റെ ഇന്ത്യൻ പര്യടനത്തിനുള്ള തയ്യാറെടുപ്പുകൾ റഷ്യ ഉടൻ ആരംഭിക്കുമെന്നും ദിമിത്രി പെസ്കോവ് കൂട്ടിച്ചേർത്തു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ദീർഘകാല പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പായിരിക്കും പുടിന്റെ സന്ദർശനം. അതേസമയം റഷ്യ ഉക്രൈൻ യുദ്ധം ആരംഭിച്ചതിനു ശേഷം ആദ്യമായാണ് പുടിൻ ഇന്ത്യയിലേക്ക് എത്തുന്നത്. ഉക്രൈൻ യുദ്ധത്തിനിടയിലും ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തിയതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒന്നിലധികം തവണ പുടിനുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുമുണ്ട്. വ്യാപാര സാമ്പത്തിക ബന്ധങ്ങൾ, ഊർജ്ജം, കണക്ടിവിറ്റി തുടങ്ങിയ വിവിധ മേഖലകളിൽ ഇന്ത്യ റഷ്യ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ച് റഷ്യയുടെ ഉപപ്രധാനമന്ത്രി ഡെനിസ് മാൻഡൂറോ മോദിയുമായി കഴിഞ്ഞ ആഴ്ച കൂടിക്കാഴ്ച നടത്തിയിരുന്നു. കഴിഞ്ഞ മാസം കസാനിൽ ബ്രിക്സ് ഉച്ചകോടി നടക്കുന്നതിനിടെ പുടിനുമായി മോദി ഉഭയകക്ഷി ചർച്ചകളും നടത്തിയിരുന്നു. ഉക്രൈൻ സംഘർഷം സമാധാനപരമായ വേഗത്തിലും പരിഹരിക്കപ്പെടണമെന്ന് മോദി ഈ വേളയിൽ അഭിപ്രായപ്പെട്ടിരുന്നു. ഉക്രൈൻ സംഘർഷവുമായി ബന്ധപ്പെട്ട് പുടിനുമായി നടത്തിയ ചർച്ചകളിൽ മോദി സംതൃപ്തി രേഖപ്പെടുത്തിയിരുന്നു. അതിനിടെ അനൗപചാരിക ചർച്ചകളിൽ തങ്ങൾ യുദ്ധത്തെക്കുറിച്ച് ചർച്ച ചെയ്തുവെന്നും സംഘർഷം പരിഹരിക്കാനുള്ള വഴികൾ കണ്ടെത്താൻ ശ്രമിച്ചതിന് മോദിയോട് നന്ദി അറിയിക്കുന്നു എന്നുമായിരുന്നു പുടിന്റെ പ്രതികരണം. പുടിൻ അവസാനമായി ഇന്ത്യ സന്ദർശിച്ചത് 2021 ഡിസംബർ 6 അന്ന് നരേന്ദ്രമോദിക്കൊപ്പം ന്യൂഡൽഹിയിൽ നടന്ന 21ാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കാനായിരുന്നു പുടിൻ എത്തിയത്. അതേസമയം ഉക്രൈനിലെ യുദ്ധക്കുറ്റങ്ങൾ ആരോപിച്ച് പുടിനെതിരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിപ്പിച്ചിട്ടുമുണ്ട്. ICC വാറന്റ് പുറപ്പെടുവിപ്പിച്ച വ്യക്തികൾ ICC അംഗരാജ്യമായ ഒരു രാജ്യം സന്ദർശിക്കുകയാണെങ്കിൽ തടങ്കലിൽ വെക്കണമെന്നാണ് റോം ഉടമ്പടി. എന്നാൽ റോം ഉടമ്പടി ഇന്ത്യ ഒപ്പിടുകയോ അംഗീകരിക്കുകയോ ചെയ്തിട്ടില്ല. അതിനാൽ തന്നെ ഇന്ത്യ സന്ദർശനത്തിനിടെ പുടിന്റെ അറസ്റ്റിന് കഴിയില്ല. മാത്രമല്ല, ഉക്രൈൻ യുദ്ധത്തെക്കുറിച്ചുള്ള ഐക്യരാഷ്ട്രസഭയിലെ പ്രമേയങ്ങളിൽ റഷ്യക്കെതിരെ വോട്ട് ചെയ്യുന്നതിൽ നിന്ന് ഇന്ത്യ വിട്ടുനിൽക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനിടെ റഷ്യ ഉക്രൈൻ യുദ്ധം 1000 ദിവസം പൂർത്തിയാക്കുന്ന ഈ ഘട്ടത്തിൽ ലോകരാജ്യങ്ങളെ ഞെട്ടിക്കുന്ന തീരുമാനമാണിപ്പോൾ റഷ്യ എടുത്തിരിക്കുന്നത്. റഷ്യയ്ക്കുള്ളിൽ ആഴത്തിലുള്ള ആക്രമണങ്ങൾ നടത്താൻ ശേഷിയുള്ള അമേരിക്കൻ ദീർഘദൂര മിസൈലുകൾ ഉക്രൈൻ സൈന്യത്തിന് ഉപയോഗിക്കാൻ ഇതാദ്യമായി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ അംഗീകാരം നൽകിയതോടെ അമേരിക്കയിൽ ഉൾപ്പെടെ അണവായുധം പ്രയോഗിക്കാനുള്ള പദ്ധതിയാണ് റഷ്യ തയ്യാറാക്കിയിരിക്കുന്നത്. അമേരിക്കയുടെ നിലപാടിൽ പ്രതിഷേധിച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പുതിയ ആണവ സിദ്ധാന്തത്തിന് അംഗീകാരം നൽകിയിട്ടുണ്ട്. പ്രധാന സൈനിക രേഖയുടെ പുതുക്കിയ പതിപ്പിനൊപ്പം നവംബർ 19 ഈ ഉത്തരവ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. പുതിയ സിദ്ധാന്തമനുസരിച്ച് വൻതോതിലുള്ള നശീകരണ ആയുധങ്ങളോ പരമ്പരാഗത ആയുധങ്ങളുടെ വലിയ ശേഖരങ്ങളോ കൈവശമുള്ള ശത്രുശക്തികളുടെയും സൈനിക സംഘങ്ങളുടെയും ആക്രമണം തടയാൻ റഷ്യയ്ക്ക് അണവായുധം ഉപയോഗിക്കാൻ സാധിക്കും. അതേസമയം റഷ്യക്കെതിരായ നീക്കങ്ങളിൽ ഏർപ്പെടുന്ന എല്ലാ രാജ്യങ്ങളും ഇതിന്റെ കെടുതികൾ നേരിടേണ്ടതായി വരും. ആണവായുധങ്ങളില്ലാത്ത രാജ്യം നടത്തുന്ന ആക്രമണം ആ രാജ്യത്തെ പിന്തുണയ്ക്കുന്ന ശക്തികളുടെ കൂട്ടായ ആക്രമണമായി കണക്കാക്കുമെന്നും പുതിയ നയത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഔപചാരികമായ ഒരു സൈനിക സഖ്യത്തിൽ ഉൾപ്പെടാത്ത രാജ്യത്തിന് ആണവശക്തിയുടെ പിന്തുണയുണ്ടെങ്കിലും ഇത് ബാധകമാകും. അതായത് ഉക്രൈനെ മാത്രമല്ല, ആണവായുധം ഉപയോഗിച്ച് അമേരിക്കയെ ആക്രമിക്കാനുള്ള പദ്ധതിയാണ് റഷ്യ ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത്. റഷ്യ ആക്രമിക്കപ്പെട്ടാൽ പ്രതികാരം അനിവാര്യമാണെന്ന് ആക്രമിക്കുന്ന രാജ്യങ്ങളും പിന്തുണയ്ക്കുന്നവരും മനസ്സിലാക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയാണ് റഷ്യയുടെ ലക്ഷ്യം. ഇതേ സംരക്ഷണം റഷ്യൻ സൈനിക സഖ്യകക്ഷികൾക്കും ലഭിക്കും. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.